2 മാസമായി പെൻഷൻ മുടങ്ങിയ സാഹചര്യത്തിലാണ് കെഎസ്ആർടിസിക്ക് 50 കോടി രൂപ അനുവദിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ഒരാഴ്ചയായിട്ടും അനുവദിച്ച തുക ലഭിക്കാത്തതിനെ തുടർന്ന് ധനവകുപ്പിനെ സമീപിച്ചപ്പോഴാണ് കടം വാങ്ങാനാണ് അനുമതി നൽകിയതെന്ന് ധനവകുപ്പ് അറിയിച്ചത്. KTDFC ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കടം വാങ്ങുന്നതിനുള്ള കാലാവധിയും അവസാനിച്ചിരിക്കുകയാണ്. ധനവകുപ്പ് കൈമലർത്തിയ സാഹചര്യത്തിൽ പെൻഷൻ എങ്ങനെ നൽകുമെന്ന പ്രതിസന്ധിയിലാണ് കെഎസ്ആർടിസി. എന്നാൽ 50 കോടി രൂപ അനുവദിച്ച മന്ത്രിസഭാ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ധനവകുപ്പ് തടഞ്ഞിട്ടില്ലെന്നും മന്ത്രി ആര്യാട് മുഹമ്മദ് പറഞ്ഞു. വകുപ്പ് മന്ത്രിസഭാ യോഗ തീരുമാനം തടഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളല്ലേ പറയുന്നത്. പെൻഷൻ ലഭിക്കാത്തതിന്റെ കാരണമന്വേഷിച്ച് കെഎസ്ആർടിസി MDയെ കാണാനെത്തിയ പെൻഷൻകാരെ കാണാൻ MD തയ്യാറായില്ല. ഇപ്പോഴും ഞങ്ങൾ ഈ പെൻഷനിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്. 2 മാസമായി ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ മാരകമായിട്ടുള്ള അസുഖം മൂലം ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ ഈ MDയെ പറഞ്ഞ് ബോധിപ്പിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ആ MD മറുവഴി ചുറ്റി പോലീസിനെ വിളിച്ച് ഞങ്ങളെ കാണാതെ മറുവഴി ചുറ്റി ഓടുകയാണ്. പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പെൻഷൻകാരുടെ സമരം തുടരുകയാണ്. പെൻഷൻ ലഭിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണിവർ. 2 മാസത്തെ പെൻഷൻ ഉടനെ വിതരണം ചെയ്യുക. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മേടിക്കുന്ന ഇതര പെൻഷൻകാരെ പോലെ എല്ലാ മാസവും 1-ാം തീയതി പെൻഷൻ കിട്ടത്തക്കവണ്ണം ഈ പെൻഷൻ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും ഉദ്ദേശം. എത്രയും പെട്ടെന്ന് പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസിക്ക് നോട്ടീസ് നൽകിയിരുന്നു. നിലവിൽ 38,000 പേർക്കാണ് പെൻഷൻ നൽകേണ്ടത്. മീഡിയ 1 തിരുവനന്തപുരം.